ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ആദിക്കുട്ടൻ്റെ ജന്മനാളാണ്. അടുത്ത ദിവസം തന്നെ ബർത്ത്ഡേയും ഉണ്ട്. അപ്പോൾ ജന്മനാളായിട്ട് മോനെ കൊണ്ട് അമ്പലത്തിൽ പോകാനായിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ഐലം എൻഡലപ്പ് ക്ഷേത്രം, ശിവക്ഷേത്രം, അങ്ങോട്ടത്തേക്കുള്ള യാത്രയിലാണ്. ഏകദേശം അമ്പലം എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പേരുകേട്ട നമ്മുടെ ഐലത്തെ ശിവക്ഷേത്രം എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ അകത്ത് കയറി തൊഴുതിട്ട് ആദ്യക്കുട്ടന് അർച്ചനയൊക്കെ കഴിപ്പിക്കണമെന്നുണ്ട്. അപ്പം അതുമായി നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ക്ഷേത്രത്തിൽ കയറുമ്പോൾ ഷർട്ട് ഊരി നേരെ നമുക്ക് ക്ഷേത്രത്തിൽ കയറി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വഴിപാടുകളും കാര്യങ്ങളും നമുക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ അർച്ചന കൗണ്ടറിൽ നിൽക്കുകയാണ്. അർച്ചന കഴിപ്പിക്കാനായിട്ടുള്ള രസീത് എഴുതാനായിട്ട്. ഇവിടെ പ്രധാനമായിട്ടും ഗണപതിയും ശിവനും മാത്രമേ ഉള്ളൂ. തൊട്ട് താഴെ ഇണ്ടിളയപ്പൻ താഴത്തെ ക്ഷേത്രത്തിൽ രണ്ട് പാർട്ടായിട്ടാണ്. ശിവക്ഷേത്രം കഴിഞ്ഞിട്ട് പിന്നെ ഇണ്ടിളയപ്പ ക്ഷേത്രമാണ് തൊട്ട് താഴെയാണ്. അതിൻ്റെ പടികളാണ് നമുക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഉത്സവം ഏപ്രിലാണ്. വലിയ ഉത്സവമാണ്, ദേശീയ ഉത്സവമാണ്, തിരുവോണം മഹോത്സവമാണ്. അപ്പം ഇവിടെ നമ്മൾ ഇണ്ടിളയപ്പനും ബ്രഹ്മരക്ഷസും നാഗരൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ തൊഴുതിട്ട് നമുക്ക് നോക്കാം. ഇവിടെയാണ് ശബരിമലയിൽ പോകുമ്പം കെട്ടൊക്കെ കെട്ടുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഫ്രണ്ടിലായിട്ട് ബലിക്കല്ലുണ്ട്. തൊട്ട് താഴെയായിട്ട് ആറാണ് വരുന്നത്. പിന്നെ നമുക്കിത് ഈ കാണുന്നതാണ് നമ്മുടെ ഇണ്ടിളയപ്പ ക്ഷേത്രം. ഇവിടെ എള്ളയപ്പൻ വാഴുന്നത് ഇവിടെയാണ്. ഇവിടെ വെച്ചിട്ടാണ് ശബരിമലയ്ക്കുള്ള കെട്ടൊക്കെ കെട്ടുന്നത്. ഇവിടെ വെച്ചിട്ടാണ്. നമുക്ക് തിരിയും ഇതൊക്കെ ഉണ്ടെങ്കിൽ വെളിയിൽ വയ്ക്കാം. ഇവരുടെ കവാടം, ഇതിലെ വാതിൽ എപ്പോഴും അടച്ച് തന്നെയാണ് ഇട്ടേക്കുന്നത്. പൂജ സമയത്ത് മാത്രമാണ് ഇത് തുറക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് അത്രയ്ക്കും ശക്തിയുള്ള ദൈവമായിട്ട് ഇത് ശിവക്ഷേത്രമാണെങ്കിലും ഇണ്ടിളയപ്പനാണ് ഏറ്റവും കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ ഉള്ളത്. കാരണം ഇണ്ടിളയപ്പ ക്ഷേത്രം എന്നാണ് നമ്മളിത് പറയുന്നത്. പിന്നെ ഇവിടെ ഇത് ഫുള്ള് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇവിടെ മുഴുവൻ ഈ ഓരോ വിളക്കിലും തിരി തെളിയിക്കും. പിന്നെ ഈ കാണുന്നത്, ഇതെല്ലാം കാണുന്നത് കഴിഞ്ഞ ഉത്സവത്തിന് വെച്ചേക്കുന്നതാണ്. അതായത് നമുക്കിപ്പം ശരീരാസുഖമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖം വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ള ഇത് രൂപങ്ങളാണ്. അപ്പം ഉത്സവ സമയത്താണ് ഈ രൂപങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പം നമുക്ക് കൈവേദനയാണെങ്കിൽ കൈയുടെ രൂപം, ഇപ്പോൾ ശരീരം ഫുള്ളാണെങ്കിൽ അങ്ങനെ, പിന്നെ നായക്കുട്ടിക്കാണെങ്കിൽ അങ്ങനെ, മൃഗങ്ങൾക്ക് പക്ഷി, അങ്ങനെയുള്ള എല്ലാ രൂപവും ഉണ്ട്. അപ്പം നമ്മൾ നേർച്ച പോലെ അതിവിടെ വെക്കും. അപ്പോൾ ഇന്ന് ഉത്സവം ആവാറായതുകൊണ്ടാണ് ഈ രൂപങ്ങളൊന്നും അങ്ങനെ ഇല്ലാത്തത്. ഇപ്പം അതിൻ്റെ ഓരോ രൂപങ്ങളുണ്ട്. ഈ രൂപങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഒരു തവണ 1, 3, 5 ആ രീതിയിലാണ് ഇവിടെ ചുറ്റിക്കറങ്ങി തൊഴുവേണ്ടത്. അപ്പം നമ്മൾ ഒരു തവണ തൊഴുവണമെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ഒറ്റ സംഖ്യ രീതിയിലാണ് ഇവിടെ തൊഴുവേണ്ടത്. പിന്നെ ഇവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. കാരണം മുഴുവൻ ഒരു കാവ് പോലെ നല്ല മരങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നേരെ റൈറ്റിലോട്ട് പോയാൽ നമുക്ക് ഇവിടുത്തെ നാഗരകാവ് കാണാം. ഇതാണ് ഇതുള്ളത്. പണ്ട് നാഗര പ്രതിഷ്ഠ വെച്ചിരുന്നത് ഇതിൻ്റെ അകത്തോട്ടായിരുന്നു. അതായത് നേരെ നമ്മുടെ നദിയുടെ തൊട്ട് താഴെ കാണുന്ന നദി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ, മുളയുടെ ഇടയിൽ കൂടെ. അതിൻ്റെ സൈഡിനായിരുന്നു നാഗരുണ്ടായിരുന്നത്. ഇപ്പം കുറേ നാളായി, കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പം ഇവിടെ ആയിട്ട് നാഗരൻ്റെ പ്രതിഷ്ഠ വെച്ചു തുടങ്ങിയത്. തൊട്ട് മുകളിൽ കാണുന്നതാണ് നമ്മുടെ ഐലം പാലം. ഇവിടെ നിന്ന് നേരെ നഗരൂർ, കിളിമാനൂർ അങ്ങനെ പോകാൻ വളരെ ഈസി ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ നമുക്ക് പനീറും മഞ്ഞപ്പൊടി അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പ്രധാനമായിട്ട് നമ്മളിവിടെ വയ്ക്കുന്നത്. പനീറും മഞ്ഞപ്പൊടിയൊക്കെയാണ്. എല്ലാത്തിനും പൂജ കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് ആയതുകൊണ്ടാണ് ഇപ്പം നമ്മളെ ഉള്ളു, വേറെ ആൾക്കാരൊന്നുമില്ല. ശബരിമലയിൽ പോയിട്ട് വന്നവർ മാല ഇവിടെയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഓവറോൾ നമ്മുടെ ഒരു താഴത്തെ അമ്പലത്തിൻ്റെ ഒരു ഓവറോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയൊക്കെ നോക്കാം.
അപ്പൊ നമ്മൾ ക്ഷേത്രത്തിൽ കയറി വഴിപാടൊക്കെ കഴിപ്പിച്ച് ഇനിയിപ്പോ നമ്മൾ മേളിൽ കയറി വഴിപാട് കഴിപ്പിച്ച് മേടിച്ച് നമ്മൾ നേരെ ആദ്യക്കുറിന്റെ കേക്ക് മേടിക്കാനുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. കേക്ക് വാങ്ങുന്നത് ഒരു ഹോം മെയ്ഡ് കേക്കാണ്. നമുക്കറിയാവുന്ന ഒരാളാണ് നമുക്ക് കേക്ക് ചെയ്യുന്നത്. അമ്മൂസ് കേക്ക് എന്നാണ്. നമുക്ക് ഏത് KG ഏത് കിലോ വേണമെങ്കിലും ഇപ്പോൾ 250 ആണെങ്കിലും 500 ആണെങ്കിലും 1 kg ആണെങ്കിലും അതിൽ കൂടുതലാണെങ്കിലും അവർ കറക്റ്റാക്കി തരുന്നുണ്ട്. നല്ല നമുക്ക് സമാധാനത്തോടെ നമുക്ക് വേറെ അധികമായിട്ട് കളറൊന്നും ചേർക്കാതെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പറ്റിയ ഒരു കേക്ക് തന്നെയാണ്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കൊണ്ട് നമ്മൾ അതിനെ കൊണ്ട് സ്കൂളിൽ കേക്ക് മുറിക്കാനായിട്ട് പോവുകയാണ്. രാവിലെ മുതൽ ഓക്കെ ആയിരുന്നു. പക്ഷേ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ തൊട്ടാൽ ഭയങ്കര കരച്ചിലാണ്. എന്തായാലും ഇന്ന് സ്കൂളിൽ ഇരുത്തുന്നില്ല. സ്കൂളിൽ എന്തായാലും ഇരുത്താനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല അവൻ നിൽക്കുന്നത്. അപ്പോൾ അവന് ബർത്ത്ഡേ ആയിട്ട് കരയിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഇന്ന് തൽക്കാലത്തേക്ക് അവൻ ഒരു റിസപ്ഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇപ്പം അവനെ കൊണ്ട് പോവുകയാണ്. കുറച്ചു നേരത്തെ കരച്ചിലിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോകുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് കരച്ചിലൊക്കെ നിർത്തി ആദ്യം പുതിയ സമീപമായിട്ട് കേക്ക് കട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കേക്ക് കട്ട് ചെയ്തിട്ട് നടക്കുന്നത്. എല്ലാ കുട്ടികളും കേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇഷ്ടം ക്രീമാണ്. അപ്പൊ നേരെ നമ്മളിനി കേക്ക് കട്ടിങ്ങിലോട്ട് പോവുകയാണ്. ഹാപ്പി ബർത്ത്ഡേ. ഫ്രണ്ട്സിന്റെ ടാറ്റ പറയണേ.
എല്ലാരും ചാറ്റോട് നോക്കണേ. സ്കൂളിൽ പോയ ഒരാളാണ് ആ തിരികെ വരണത്. ഒരു വിധത്തിൽ അവിടെ ഇരിക്കുന്നില്ല. ഒരു വിധത്തിൽ ഇരിക്കുന്നില്ല. വേണ്ട കാരണം പിന്നെ അവന് ബർത്ത്ഡേ ആവുകൊണ്ട് കരയിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. കഴിച്ചു പാടെ നമ്മളെ പ്ലാനുകളെല്ലാം പൊളിഞ്ഞു. ഇവനെ നഴ്സറിയിലാക്കിയിട്ട് ഇവനുള്ള സൈക്കിള് ബാക്കിയുള്ള സെറ്റൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. ഒന്നും നടന്നില്ല. സ്കൂളിൽ നിന്ന് വന്ന ആ കരത്തിന്റെ ക്ഷീണത്തിൽ ആദ്യം ഉറങ്ങിയ സമയത്ത് ഇവിടെയൊക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് റെഡിയാക്കിയാണ്. കാരണം ആദ്യം വന്ന ഒന്നിനും സമ്മതിക്കത്തില്ല. അപ്പോൾ ആദ്യം സർപ്രൈസ് ആകാൻ വേണ്ടി എല്ലാം വെച്ച് ബലൂണൊക്കെ തിരുക്കി എല്ലാം റെഡിയാക്കി നിൽക്കുകയാണ്. അതുപോലെ അവ അറിയാതെ നമ്മൾ സൈക്കിളൊക്കെ മേടിച്ച് സെറ്റ് ചെയ്ത് റൂമിനകത്ത് നിർത്തിയേക്കാണ്. അവ അറിയാതെ തന്നെ സൈക്കിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സർപ്രൈസ് കൊടുക്കാനായിട്ട് നിൽക്കുകയാണ്. ഉണർന്നു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കത്തില്ല. ബലൂൺ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളഞ്ഞു ഒന്നും നടക്കത്തില്ല. അത് കേക്ക് മുറിക്കാൻ പോലും നടക്കത്തില്ല. അതുകൊണ്ട് ഇവ ഉണരും മുമ്പ് ബാക്കിയുള്ള എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ എന്നെ കേക്ക് എല്ലാം സെറ്റ് ചെയ്ത് അനുവിന്റെ അമ്മ വന്ന്, എന്റെ അമ്മ ഇപ്പൊ നാട്ടിലില്ല, അനിയത്തിയുടെ അടുത്ത് പോയേക്കുന്നു. അച്ഛനുണ്ട്, അമ്മാമ്മയുണ്ട്, ഞാനുണ്ട്, അനുവുണ്ട്. നമ്മളെല്ലാരും കൂടെ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. അവര് എന്തായാലും വീഡിയോ കോളിൽ വരുന്നുണ്ട്. അവനെ നല്ല രീതിയിലൊക്കെ ഡ്രസ്സൊക്കെ ബർത്ത്ഡേക്ക് ഇട്ട് ഡ്രസ്സൊക്കെ ഇട്ട് ഒരുക്കി ക്യാപ്പൊക്കെ വാങ്ങിച്ച് റെഡിയാക്കി നിൽക്കുന്ന ആൾക്ക് കട്ട് ചെയ്തോളാൻ വയ്യ. വേറൊന്നിനല്ല, കട്ട് ചെയ്തിട്ട് അവൻ ആ ക്രീം മുഴുവൻ തിന്നണം എന്നുള്ള ഒരൊറ്റ നിർബന്ധത്തിൽ നിൽക്കുകയാണ്. നമ്മളങ്ങനെ ഊതണ്ട എന്നുള്ള ഒരു ഇതെല്ലാം പറഞ്ഞതുകൊണ്ട് നൈവേദ്യത്തിൽ ഊതാതെ താഴെ വെച്ചത് അവൻ ഊതി കാണിച്ച്. പിന്നെ നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ എല്ലാം പറഞ്ഞ് ഓക്കെ ആക്കി കേക്ക് കട്ട് ചെയ്ത് കേക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ബാക്കി ഇതുപോലെ അമ്മയോ അനിയത്തിയോ അവരെല്ലാരും വീഡിയോ കോളിൽ കാണുന്നുണ്ടായിരുന്നു. അവരൊരുപാട് മിസ് ചെയ്ത് അവർക്ക് നല്ല വിഷമല്ലേ വരാൻ പറ്റാത്തതിന്. കാരണം ആദ്യയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ശേഷം ഈ തേർഡ് ബർത്ത്ഡേ ആണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അച്ഛൻ മരിച്ചിട്ടില്ല. ആ ഒരു വയ്യാതായി ക്രിട്ടിക്കൽ സ്റ്റേജ് കിടന്ന ആ ഒരു സമയത്തായിരുന്നു. അതുകൊണ്ട് നമ്മള് അത് ആഘോഷിച്ചില്ല. അത് കഴിഞ്ഞ ഇപ്പൊ തേടാണ് ആഘോഷിക്കുന്നത്. ഇത് കഴിഞ്ഞ് പറഞ്ഞ ഓരോരുത്തരുടെ ഗിഫ്റ്റാണ് വിതരണം ചെയ്യണത്. അമ്മേരത്, അച്ഛൻ്റെത്, ബാക്കിയുള്ള പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ സൈക്കിൾ കാണിക്കുന്നത്. ഇപ്പൊ ഒന്നും അവൻ അറിഞ്ഞിട്ടില്ല. സൈക്കിളിന്റെ കാര്യം ഒന്നും അവൻ അറിഞ്ഞിട്ടില്ല. ഇപ്പൊ ആളും അതിന്റെ ഹാപ്പിയായിട്ട് നിൽക്കുന്ന സൈക്കിൾ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് നിൽക്കുകയാണ്. നമ്മൾ സൈക്കിൾ ഹാളിൽ എങ്ങനെ കൊണ്ടെത്തിക്കണം. അതുകൊണ്ട് ഇവരെ വെളിയിൽ കൊണ്ട് വിട്ടിട്ട് തിരിച്ച് ഹാളിലോട്ട് പറഞ്ഞു വിടുകയാണ്. അപ്പൊ ഇവർ സൈക്കിൾ കണ്ട് ഇവരെന്തോ ഒരു വിഷമോ എന്ത് സന്തോഷമോ എന്താണെന്ന് അറിയാൻ വയ്യ. കുറെ ദിവസം കൊണ്ട് സൈക്കിൾ പറയുന്നുണ്ട്. നമ്മൾ വാങ്ങാതെ വഴക്ക് പറഞ്ഞുകൊണ്ടാണ്. അതോ നമ്മൾ വിചാരിച്ച കണക്കാണ് സർപ്രൈസിലായില്ല. ഒരു വിഷമം പോലെയാണ് വന്നുകൊണ്ട് കേറി വലിയ കുഴപ്പമില്ല. വലിയ സന്തോഷമായിട്ടൊന്നും കണ്ടില്ല. കാരണം ഇനി നല്ല മനസ്സിന് വിഷമം കാണുമായിരിക്കുന്നത് ചോദിച്ചിട്ട് മേടിച്ചു കൊടുക്കാത്തോണ്ട് നമ്മൾ ഇങ്ങനെ ആവുകൊണ്ടാണ്
ആ ഒരു ഇത് ചെയ്യാത്തത്. കിട്ടിയോണ്ട് ഞാൻ താഴെ ഇറങ്ങത്തില്ല. അപ്പൊ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്